വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. LGS എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് പഠിച്ചു വരികയായിരുന്നു അല്ലെ. അനുബന്ധ വസ്തുതകൾ അടക്കം കഴിഞ്ഞ ദിവസം ടീച്ചർ 10 ക്വസ്റ്റ്യൻസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസും ടീച്ചർ ഉടനെ തന്നെ പറഞ്ഞു തരും. ടീച്ചർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ടീച്ചറുടെ വീട്ടിലൊരു മരണം നടന്നു, ഹസ്ബൻഡിന്റെ അമ്മയാണ് മരിച്ചത്. അപ്പൊ അതിന്റെ ഒരു ചടങ്ങുകളിൽ നിങ്ങൾക്ക് 2-3 ദിവസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ 2-3 ദിവസത്തേക്ക് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാൻ എനിക്ക് സമയമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോ നിങ്ങളുടെ ക്ലാസ് മുടങ്ങരുത് എന്നുള്ളത് കൊണ്ടും ഇനി അടുത്ത സ്റ്റേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ കറണ്ട് അഫയേഴ്സ് വളരെ അത്യാവശ്യമല്ലേ മക്കളെ. അപ്പൊ അതുകൊണ്ട് ടീച്ചർ അത് മുമ്പ് ടീച്ചർ നോട്ട് ചെയ്ത് ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വരാൻ പോകുന്ന സ്റ്റേജിലേക്ക് ഇനി നമുക്ക് പഠിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു 10-15 കറണ്ട് അഫയേഴ്സ് 2 ദിവസമായിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സുകൾ കുറച്ച് പഠിക്കാം. അതിനുശേഷം ടീച്ചർ സ്റ്റേജ് 1 മുഴുവനാക്കിയതിന് ശേഷം സ്റ്റേജ് 2 നമ്മൾ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതും നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാൽ എല്ലാവരും സഹകരിക്കുക. ടീച്ചർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന കാരണം മാത്രമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാത്തത്. അതിന് കുറച്ച് സമയം, ഒരു നീണ്ട ഒരു ക്ലാസ് വേണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം പഠിച്ചാലോ. അതായത് കേരളത്തില് നമുക്കറിയാം, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ തൊഴിലുറപ്പ് പദ്ധതി പുതിയ നിയമം വന്നു. അതിന്റെ പേരെന്താണ്? VBG റാംജി അല്ലെ. VBG റാംജി എന്നാണ് ആ നിയമത്തിന്റെ പേര്. അതായത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു പേര്. അപ്പൊ അത് VBG റാംജി എന്നായി. ആ നിയമം വന്നു. നിയമം വന്നത് 2026 ജൂലൈ 1 ആ പുതിയ നിയമം നിലവിൽ വന്നു. ഈ നിയമപ്രകാരം നിലവിൽ വന്നപ്പോ എത്ര തൊഴിൽ ദിനങ്ങളാണ് വ്യക്തികൾക്ക് കൊടുക്കുന്നത്? കുറഞ്ഞത് മുന്നേ 100 തൊഴിൽ ദിനങ്ങളാണെങ്കിൽ 125 ദിവസത്തെ തൊഴിൽ ദിനങ്ങളാണ് നൽകുന്നത്. ഇത് പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം എവിടെയാണ്? ഏറ്റവും കൂടുതൽ വേതനം ഹരിയാനയ്ക്കാണ്. ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്നത് ഹരിയാന സംസ്ഥാനമാണ്. ഹരിയാന കൊടുക്കുന്നത് 409 രൂപയാണ് ഒരു ദിവസത്തെ കൂലിയായിട്ട് കൊടുക്കുന്നത് അല്ലെ, വേജ് ആയിട്ട് കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ കൊടുക്കുന്നത് എത്ര മാത്രമാണ് എന്ന് നമ്മൾ മുമ്പ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, 401 ആണ്. ഇപ്പൊ VBG റാംജി നിയമം നിലവിൽ വന്നു ജൂലൈ 1. 125 ദിവസത്തെ തൊഴിൽ ദിനം. ഏറ്റവും കൂടുതൽ വേതനം ഹരിയാന 409 രൂപ, കേരളത്തിൽ 401 രൂപ. ഇനി അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റില് നമ്മുടെ വൈഭവ് സൂര്യവംശി കളിക്കുകയാണ് അല്ലേ. അപ്പൊ അന്താരാഷ്ട്ര ക്രിക്കറ്റില് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് ചോദിച്ചാൽ വൈഭവിനെയാണ് നമ്മൾ പറയേണ്ടത്. വൈഭവ് സൂര്യവംശി. ആളുടെ പേരെന്താണ്? വൈഭവ് സൂര്യവംശി എന്നാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ക്ലിയർ ആയില്ലേ? ഇനി ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻഫീൽഡ് റിഫൈനറി. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻഫീൽഡ് റിഫൈനറി ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. എവിടെയാണ് നടത്തിയത്? പച്ച്പത്ര എന്ന സ്ഥലത്ത്. എന്താണ് പച്ച്പത്ര എന്ന സ്ഥലം? എവിടെയാണ്? പച്ച്പത്ര എന്ന് പറയുന്ന സ്ഥലം രാജസ്ഥാനിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് റിഫൈനറി ഇനോഗ്രേറ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ പച്ച്പത്രയിലാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അടുത്തത് നമ്മുടെ നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം. നീതി ആയോഗ് ഓരോ വർഷവും ഓരോ റിപ്പോർട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ആ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ഗ്രാമസഭകളിലെ സ്ത്രീ ദളിത് പങ്കാളിത്തത്തിൽ 1-ാം സ്ഥാനം ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ കേരളം എന്ന ഉത്തരം പറയണം. നീതി ആയോഗിന്റെ പുതിയ കണക്ക് പ്രകാരം അല്ലെ, രാജ്യത്തെ ഗ്രാമസഭകളിലെ സ്ത്രീ ദളിത് പങ്കാളിത്തത്തിൽ 1-ാം സ്ഥാനം കേരളമാണ്. ഇനി GI ടാഗ് അഥവാ ഭൗമ സൂചിക പദവി അടുത്തിടെ ലഭിച്ചത് ഒരു മധുര പലഹാരത്തിനാണ്. പലഹാരത്തിന്റെ പേര്
ജൽബാര എന്നാണ്. ഈ ജൽബാര മധുര പലഹാരം ഏത് സ്റ്റേറ്റിലെയാണ്? വെസ്റ്റ് ബംഗാളിലെയാണ്. വെസ്റ്റ് ബംഗാളിൽ ഹുഗ്ലി എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. അവിടത്തെ ചന്ദ്രനഗർ എന്ന് പറയുന്ന പ്രദേശത്തെ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ എന്താണ്? ഒരു മധുര പലഹാരമാണ്. ചേന എന്നറിയപ്പെടുന്ന മൃദുവായിട്ടുള്ള പാൽക്കട്ടി പാലിന്റെ കട്ടി, ഉള്ളില് പനീർ, അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയുന്നത് ഒരു പലഹാരമാണ് എന്താ പറയുന്നത് ജൽബാര. അതൊന്നും പഠിക്കണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജൽബാര വെസ്റ്റ് ബംഗാളിലെ ഹുഗ്ലിയിലെ ചന്ദ്രനഗറിലാണ് കേട്ടോ. ഇനി അടുത്തത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടല്ലോ. ആ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന പോലീസ് സ്റ്റേഷനുകളിൽ പലതരത്തിലുള്ള ആൾക്കാരെത്തും. ഇനി എത്തുന്നത് വനിതകളും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ ആണെങ്കിൽ വനിതകൾ, കുട്ടികൾ എന്നിവർക്ക് അവിടെ എത്തേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് എന്തു കൊടുക്കുകയാണ്? മാനസിക പിന്തുണ കൊടുക്കുക. മാനസിക പിന്തുണ ഏത് രീതിയിൽ കൊടുക്കുന്നു? കൗൺസിലിംഗിന്റെ രീതിയിൽ കൊടുക്കുന്നു. മാനസിക പിന്തുണയും കൗൺസിലിംഗും ഉറപ്പാക്കാൻ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. എന്താണ്? സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ. സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ എന്നാണ് അതിന്റെ പേര്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന വനിതകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇന്ത്യയില് നമ്മുടെ ഇന്ത്യ സ്വന്തമായി എന്ന് പറയുന്നതിനെയാണ് തദ്ദേശീയമായി എന്ന് പറയുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പേര് നമോ ഗ്രീൻ ട്രെയിൻ എന്നാണ്. നമോ ഗ്രീൻ ട്രെയിൻ എന്നാണ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് നവരത്ന പദവി ലഭിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. നവരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 2026 ഇന്ത്യയില് 2026 ജൂൺ മാസത്തിൽ നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ചെന്നൈ പെട്രോളിയം. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നവരത്ന പദവി ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് 2026 ജൂൺ മാസത്തിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് ലൈൻഷൻ എന്നാണ്. ലൈൻഷൻ എന്നാണ്. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ലൈൻഷൻ എന്നാണ്. ഇനി 2026 നാറ്റോ ഉച്ചകോടി, നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം തുർക്കിയിലെ അങ്കാറയാണ്. തുർക്കിയിലെ അങ്കാറ. അടുത്തത് ഗാസയിൽ ഇസ്രായേൽ അല്ലെ, ഗാസയിൽ ഇസ്രായേൽ എന്ത് നടത്തി? ആക്രമണം നടത്തിയില്ലേ? ഇസ്രായേൽ ആക്രമണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന്റെ പേര് ശ്രീനിവാസൻ മുരളീധരൻ. ശ്രീനിവാസൻ മുരളീധരൻ എന്നാണ് കമ്മീഷന്റെ പേര്. അടുത്തത് ഒരു എന്താ പറയാ കൃതിയുടെ പേരാണ് ടീച്ചർ എഴുതുന്നത്. ദ സെക്കൻഡ് ഓർബിറ്റ്. എന്താണ്? ദ സെക്കൻഡ് ഓർബിറ്റ്. ബിലീഫ് ഓഫ് എ മാൻ. ബിലീഫ് ഓഫ് എ മാൻ. സെക്കൻഡ് ഓർബിറ്റ്. ബിലീഫ് ഓഫ് എ മാൻ ഡ്രീംസ് ഓഫ് 1.4 ബില്യൺ 1.4 ബില്യൺ ഹേഴ്സ്റ്റ്. ഈ എന്താ പറയാ കൃതി, ഈ പുസ്തകം അല്ലെങ്കിൽ കൃതി രചിച്ചത് ആര്?
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശുഭാംശു ശുക്ലയാണ്. ഇത്രയും വലിയ കൃതിയൊക്കെ പഠിക്കണോന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ശുഭാംശു ശുക്ലയുടെ കൃതിയാണ്, ചോദിക്കാം, 100% സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്ര ചോദ്യം ഉള്ളൂ കേട്ടോ. ഒന്ന് ഇതുപോലെ തന്നെ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2026 പുതിയ കുറച്ച് കാര്യങ്ങള്. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അങ്ങനെ 2 ക്ലാസ് ആയിട്ട് നമുക്ക് എന്ത് പഠിക്കാം? കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ടീച്ചറോട് നിങ്ങൾ സഹകരിക്കുക. ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ്. 2 ദിവസം കഴിഞ്ഞാൽ ടീച്ചർ വീണ്ടും ആക്റ്റീവായി വരും. നമ്മുടെ VFAയുടെ ക്ലാസ് ഒക്കെ തുടങ്ങും. അതുപോലെ തന്നെ ബാക്കിയുള്ള LGSകാർക്ക് വേണ്ടിയിട്ടുള്ള പഠനം നമ്മൾ നടത്തും. നമ്മുടെ SCRT പാഠഭാഗങ്ങൾ പഠിക്കും. ഇപ്രാവശ്യം ജോഗ്രഫിയിൽ നിന്നൊക്കെ നന്നായിട്ട് പാഠഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ജോഗ്രഫി ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റ് ചെറിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.